നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം ലളിതമാണ്, അതിന് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ അസത്യത്തിന് പിടിച്ചു നിൽക്കുവാൻ വാക്കുകളുടെ നിര തന്നെ വേണം. ഞാൻ എന്ന പിടിവാശിയിൽ ഒടുങ്ങുന്നത് വെറും നിമിഷങ്ങളല്ല, ഒരിക്കലും തിരിച്ചു പിടിക്കാനാകാത്ത മനോഹരമായ ഒരു ജീവിതകാലമാണ്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല, പക്ഷെ തിരുത്താൻ കഴിയാത്ത തെറ്റുകൾക്ക് ആഴമേറും. താരസംഘടനയായ അമ്മയിൽ തുടരുന്ന യുദ്ധവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊള്ളുന്ന സെലിബ്രിറ്റികളുടെ തട്ടിപ്പും വെട്ടിപ്പും MDMAയും ഒക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന വാഗ്വാദങ്ങളാകട്ടെ ഈ എപ്പിസോഡ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപഹരിച്ച, കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിയ അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ യുദ്ധം അവസാനിച്ചു. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നാൽ താരസംഘടനയായ അമ്മയിൽ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത നാൾ മുതൽ ആരംഭിച്ച യുദ്ധം ഇന്നും തുടരുകയാണ്. ഈ യുദ്ധം സംഘടനയുടെ ഉള്ളിൽ ഒതുങ്ങുന്നില്ല എന്ന് മാത്രമല്ല, പൊതുമധ്യത്തിൽ വന്ന് വിഴുപ്പലക്കി ചീഞ്ഞു നാറി ദുർഗന്ധം വമിക്കുന്ന നിലയിലെത്തുകയും ചെയ്തു. ഈ യുദ്ധം ഇപ്പോഴും അവസാനിക്കാത്തതിന്റെ പ്രധാന കാരണം കാര്യപ്രാപ്തിയുള്ളവരാരും ഇടപെടാതെ മാറി നിൽക്കുന്നത് കൊണ്ടാണെന്ന് നിസ്സംശയം പറയാം. കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്തിട്ടെന്ന പോലെ ഇവരൊക്കെ കാണികളായി നിന്ന് രസിക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. പോലീസ് സ്റ്റേഷനും കേസും കോടതിയും എന്ന് വേണ്ട വ്യക്തിഹത്യയിലേക്ക് വരെ കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. വ്യക്തിഹത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സൈബർ ഇടങ്ങളിൽ പിച്ചിച്ചീന്തപ്പെടുന്നത് ലക്ഷ്മിപ്രിയയാണ്. ഞാൻ എന്റെ ചാനലിലൂടെ ലക്ഷ്മിപ്രിയയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ ചില നിലപാടുകളെയും അവർ പറഞ്ഞ ചില സംഗതികളെയും ഒക്കെ വിമർശിച്ചുകൊണ്ടുമാണ്. സംഘടനയുമായി ബന്ധപ്പെട്ട് പൊതുമധ്യത്തിൽ അവർ തന്നെ വന്ന് പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുള്ള ഒരു അഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു യൂട്യൂബ് ബ്ലോഗർ പറയുന്നത് ലക്ഷ്മിപ്രിയ മദ്യപിച്ച് ലക്ക് കെട്ട് നടന്നു എന്നാണ്. മാത്രമല്ല, വലിയ പിടിപാടും ഗുണ്ടായിസവും ഒക്കെ കൊണ്ടാണ് അവർ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതെന്നും, കൂടാതെ പണം തട്ടിപ്പ് കേസുകൾ തുടങ്ങി പലവിധ ആരോപണങ്ങളാണ് ലക്ഷ്മിപ്രിയക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത്. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷിന്റെ കുടുംബത്തെ എനിക്ക് അടുത്തറിയാവുന്നതാണ്. ജയേഷ് വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലും കമന്റിലൂടെ അധിക്ഷേപിക്കുന്നുണ്ട്. അത് സങ്കടകരമാണ്. ജയേഷ് ഇത്തരം പ്രവൃത്തികൾക്കൊന്നും കൂട്ടുനിൽക്കുന്ന ആളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലക്ഷ്മിപ്രിയ മദ്യപിച്ച് ലക്ക് കെട്ടിട്ടുണ്ടെങ്കിൽ തികച്ചും അതവരുടെ വ്യക്തിപരമായ കാര്യമാണ്. സിനിമാ നടിമാർ മദ്യപിക്കാൻ പാടില്ല എന്ന നിയമമൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇന്നത്തെ കാലത്ത് മദ്യപിക്കുന്ന നടിമാർ ധാരാളമുണ്ട്. ചിലപ്പോഴെങ്കിലും അവർ കഴിക്കുന്ന ബ്രാൻഡുകൾ പോലും അവർ തുറന്നു പറയാറുണ്ട്. ലക്ഷ്മിപ്രിയ എന്ന നടി ഗൾഫിൽ പോയി ഒരു ബാർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് കൊടിയ അപരാധമൊന്നുമല്ല. എന്നാൽ താരസംഘടനയുടെ വൈസ് പ്രസിഡന്റായ നടി ബാർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ ധാർമ്മികതയും മൊറാലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെടും. പ്രത്യേകിച്ച് ലക്ഷ്മിപ്രിയ ആയതുകൊണ്ട്. കാരണം ഭാരത സ്ത്രീയുടെ ഭാവശുദ്ധി ഉണ്ട് എന്നൊക്കെ അവർ സ്വയം വാചാലയാകുന്നത് കൊണ്ട്. അമ്മയുടെ കുടുംബ സംഗമ പ്രോഗ്രാമിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അൻസിബ അമ്മയുടെ നേതൃത്വവുമായി ഇടയുന്നതും അവരിൽ ചിലരുടെ കണ്ണിലെ കരടായി മാറിയതും. ആ സ്പോൺസർഷിപ്പിന്റെ ഒരു പിന്നാമ്പുറ കഥയുണ്ട്. അത് അമ്മ നേതൃത്വത്തിന് അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. അസംബ്ലി ഇലക്ഷൻ സമയത്ത് താരസംഘടനയിൽ നിന്നും ചില സ്ഥാനാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇടനിലക്കാരൻ വഴി ഒപ്പിച്ച ഒരു സ്പോൺസർഷിപ്പായിരുന്നു അത്. 1 കോടി രൂപയുടെ സ്പോൺസർഷിപ്പായിരുന്നു അത്. അതിൽ 25 ലക്ഷം രൂപ കമ്മീഷനായി മാറ്റപ്പെട്ടു. എന്നാൽ ആ രാഷ്ട്രീയ കക്ഷി പിന്നീട് ആ ശ്രമം ഉപേക്ഷിക്കുകയും സഖ്യകക്ഷി അതേറ്റെടുത്തുമെന്നുമാണ് പറയപ്പെടുന്നത്. ഞാൻ ഈ സംഭവം എന്റെ ഭാവനയിലൂടെ മെനഞ്ഞെടുത്ത് പറഞ്ഞതല്ല. അമ്മ സംഘടനയിലെ വിശ്വസിക്കാവുന്ന ഭാരവാഹികളിൽ നിന്നും അറിഞ്ഞതാണ്. അൻസിബ അതിനെ ചോദ്യം ചെയ്തതിൽ തെറ്റൊന്നുമില്ല. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. അൻസിബ ഇതിനു മുൻപുള്ള ഭരണസമിതിയിലും ഉണ്ടായിരുന്നു. പല ചോദ്യങ്ങളും അവർ ഉന്നയിച്ചിട്ടുമുണ്ട്. അതിനെതിരെ ആരും ഒരു
അസഹിഷ്ണുതയും കാണിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ അൻസിബയെ പുറത്താക്കേണ്ടത് അനിവാര്യതയായി മാറിയിരിക്കുന്നു. അൻസിബയും ടിനി ടോമും വർഷങ്ങളായി ഒരേ തൂവൽ പക്ഷികളെ പോലെ നടന്നിരുന്നവരാണ്. അമ്മ കുടുംബ സംഗമ വേദിയിൽ ടിനി ടോമിനും അൻസിബയ്ക്കുമൊന്നും വേദിയിൽ പ്രാധാന്യം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടിനി ടോം പറഞ്ഞ ഒരു വാചകമുണ്ട്: എന്റെ കണ്ണുനീർ ഈ വേദിയിൽ വീണു, അതിന്റെ ഫലം അവർ അനുഭവിക്കുമെന്ന്. ആ കണ്ണുനീർ പ്രളയത്തിന്റെ ഫലം ഇന്ന് അനുഭവിക്കുന്നത് ടിനി ടോമും അൻസിബയും ലക്ഷ്മിപ്രിയയുമാണ്. ഇവിടെ സ്പോൺസർഷിപ്പിന്റെ കാര്യം വന്നപ്പോൾ അൻസിബ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. അവളെ ജിഹാദിയാക്കി, മതം മാറ്റാൻ ശ്രമിക്കുന്നവളാക്കി, തീവ്രവാദിയാക്കി. ഇതൊക്കെയാക്കി ചിത്രീകരിച്ചിട്ടും കലിപ്പ് തീരാതെ അൻസിബയുടെ വീട് ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരപ്പാക്കണമെന്നും ചിലർ പറഞ്ഞതായിട്ടും കേൾക്കുന്നുണ്ട്. എന്തായാലും അമ്മ സംഘടനയിൽ അൻസിബയുടെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട്. അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ നടക്കുന്നത് പോലെ സമാനമായ രീതിയിലെന്ന് പറയാൻ പറ്റില്ല, അതിലും ചളമാക്കി പൂരപ്പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ് മറ്റു ചില സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയയെ. അതിൽ ചിലരൊക്കെയാകട്ടെ MDMA പോലുള്ള മുന്തിയ ഇനങ്ങളും അവിഹിത ഗർഭകഥകളും ഒക്കെയായിട്ടാണ് അരങ്ങ് തകർക്കുന്നത്. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ വേരറുക്കാൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് ഗവൺമെന്റ് ലഹരി വേട്ട നടത്തുമ്പോൾ അവരെ സഹായിക്കാൻ എത്തുകയാണ് ബിഗ് ബോസ് താരവും നടിയുമായ സജിന നൂറും മറ്റൊരു ബിഗ് ബോസ് താരമായ ദിയ സനയും. ഇവരിൽ ആദ്യം പോലീസിനെ സഹായിക്കാൻ എത്തിയത് സജിനയാണ്. അവർ പറയുന്നു, തന്റെ സ്നേഹിതയായ ദിയ സന എന്റെ വീട്ടിൽ MDMAയുമായി ചില കൂട്ടുകാരികളുമൊത്ത് എത്തുകയും ദിയ സന MDMA ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. ഇതിനു മറുപടിയുമായി ദിയ സന എത്തിയത് മറ്റൊരു വെളിപ്പെടുത്തലുമായിട്ടാണ്. അവർ പറയുന്നു, സജിന ലഹരി മരുന്നുകൾക്ക് അഡിക്റ്റ് ആണെന്ന്. സജിനയുടെ മൂക്കിൽ പിടിച്ചു കുലുക്കിയാൽ 3.5 കിലോ MDMA പുറത്തു വരുമെന്ന്. നിങ്ങൾ വെളിപ്പെടുത്തിയ ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം നിസ്സാരമായി തള്ളിക്കളയാവുന്നതല്ല. ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഉറപ്പായും ഓപ്പറേഷൻ തൂഫാൻ അധികാരികൾ ഇവരെ ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇവരുടെ ഈ തുറന്നു പറച്ചിലുകളിൽ അന്വേഷണം നടത്തേണ്ടതും ആവശ്യമാണ്. ഇതിനെ നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ പൊതുസമൂഹത്തിന് വലിയ വിനാശമായിരിക്കും ഈ സ്ത്രീകൾ വരുത്തി വെക്കുക. ദിയ സനയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ തുഫാൻകാർ സജിനയെ വന്നൊന്ന് പിടിച്ചു കുലുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ 3.5 കിലോ MDMA മൂക്കിൽ നിന്നും കിട്ടുമെന്ന് ഉറപ്പാണ്. മോഹൻലാൽ ഇപ്പോൾ ഓപ്പറേഷൻ തുഫാന്റെ വാരിയറാണ്. സജിനയുടെ മൂക്ക് പിടിച്ചു കുലുക്കേണ്ട ജോലി ലാൽ ഏറ്റെടുക്കുന്നതായിരിക്കും ഉചിതം. മറ്റൊന്നും കൊണ്ടല്ല, അവർ ലാലിന്റെ ബിഗ് ബോസിലെ ഒരു താരവും നടിയുമൊക്കെയാണല്ലോ. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നവർ ഒരുമയോട് ഒരു കൂട്ടായി ചേർന്ന് പ്രവർത്തിച്ചവരും ഇടതടവില്ലാതെ വിദേശയാത്ര ചെയ്യുന്നവരുമൊക്കെയാണെന്ന് ഓർക്കുക. ഇതൊക്കെ ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുകൂടാതെ ഇവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും ഒരു മറയുമില്ലാതെ ഇവർ പൊതുമധ്യത്തിൽ വന്ന് പറയാറുണ്ട്. ഇതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള കാരണം ഇവരുടെ ഈ തുറന്നു പറച്ചിലുകളാണ്. സജിന നൂർ പറയുന്ന പല കാര്യങ്ങളും ഇവിടെ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അവരും ഉൾപ്പെടുന്ന പലരുടെയും ഗർഭവിഷയങ്ങളും മറ്റുമാണ്. സജിനയുടെ വെളിപ്പെടുത്തലിൽ ഒരു സംവിധായകനെ ഒരു നടി ഗർഭ ട്രാപ്പിൽ കുടുക്കി കോടികളും ഫ്ളാറ്റുകളും തട്ടിയെടുത്തതായും പറയപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നങ്ങളും വഴക്കുകളും അവർ തമ്മിൽ പറഞ്ഞു തന്നെ ഒതുക്കി തീർക്കുമായിരുന്നു. അത് അവരുടെ മാത്രമായ പ്രശ്നമായിരുന്നു. മറ്റുള്ളവർ അതിൽ അഭിപ്രായം പറയാൻ എത്തുകയുമില്ലായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ വഴക്കുകളും കൊതിയും നുണയും പറച്ചിലുകളും പൊതുമാധ്യമങ്ങളിലൂടെയായി. വ്യക്തിപരമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്താൽ അത് അവരുടെ യുക്തി അനുസരിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. അതിനെതിരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് പൊതുജനത്തിന്റെ മേൽ കുതിര കയറാൻ ചെന്നിട്ട് കാര്യമുണ്ടോ? ഓരോ പ്രശ്നങ്ങളും ഒതുക്കേണ്ടടുത്ത് ഒതുക്കി ഒതുങ്ങേണ്ടതുപോലെ ഒതുങ്ങി നീങ്ങിയാൽ ആരും ഒരു അഭിപ്രായവും പറയില്ല. ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയ വനിതാ യുദ്ധത്തിന്റെ പിന്നിൽ ഉന്നതനായ ഒരു വ്യക്തി മറഞ്ഞിരിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതൊരു ഓസ്കാർ ജേതാവ് കൂടിയാണെന്ന് അറിയുമ്പോൾ അറിയാതെ ലജ്ജിച്ച് തലതാഴ്ത്തി പോവുകയാണ്. ആരോഗ്യകരമല്ലാത്ത ഇത്തരം വിഷയങ്ങളിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ ഈ തലമുറയെ മാത്രമല്ല വരും തലമുറയെയും സാരമായി ബാധിക്കും എന്നതിൽ തർക്കമില്ല. ഇത്തരം പ്രവണതകൾക്ക് ഒരറുതി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.